ഈ മുത്തഖീങ്ങളെ ലക്ഷണമൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ താരീഖിൽ ഇങ്ങനെ എഴുതുന്നു, അദ്ദേഹം ഒരു ദിവസം തന്റെ കുടുംബത്തെ വിളിച്ചു കൂട്ടിയിട്ട് മക്കളും കുട്ടികളൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു, ഇന്നി ഉരീദുൽ ഹജ്ജ, ഞാൻ ഹജ്ജിന് പോവാണ്. ബാപ്പ ഹജ്ജിന് പോവാണ്. വലിയ സമ്പാദ്യമൊന്നും ബാപ്പാന്റെ കയ്യിലില്ല. ബാപ്പ നടന്ന് ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പോൾ വീട്ടിലെ കുട്ടികളും മക്കളും ഭാര്യയൊക്കെ കൂടി പറഞ്ഞു, നിങ്ങളിപ്പോ അങ്ങനെ ഹജ്ജിന് പോയിട്ട് ഞങ്ങളെ കാര്യം ആരാ നോക്കുകയെന്ന്. ഇലാമൻ തെക്കിലുന, ആരെ ഏൽപ്പിച്ചിട്ടാ അപ്പൊ നിങ്ങൾ പോണത്? നമുക്കങ്ങനെ പോകുന്നതിൽ പോകാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഇത് സൂഫിയാണ്, മഹാനാണ്, അള്ളാഹുവിലേക്ക് മനസ്സെടുത്ത മഹാൻ. അതിനൊരു മാർഗം ഉണ്ടാവുന്ന വെച്ചാൽ മൂപ്പര് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ പോവേണ്ട. അപ്പൊ ഭാര്യയും മക്കളൊക്കെ ചോദിച്ചു, ഞങ്ങളപ്പോ ആരെ ഏൽപ്പിച്ചിട്ടാ പോണത്? ഞങ്ങളെ ചെലവും സമ്പാദ്യവും സമ്പത്തൊക്കെ ആരാ നടത്തുക? എന്ത് വിചാരിച്ചിട്ടാ അപ്പൊ നിങ്ങൾ അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു അദ്ദേഹത്തോട് പരാതിപ്പെട്ടു. ഈ പരാതി വാപ്പനോട് ചോദിച്ചപ്പോ വക്കാനത്ത് ലഹു ബിൻതുൻ ആബിദത്തുന്ന, നല്ല ആബിദത്തായൊരു മോളുണ്ടായിരുന്നു, പടച്ചോനെ പഠിച്ച് ജീവിക്കുന്ന മുത്തക്കിയായ ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു മകള്, നല്ല മകള്. അവള് നല്ല പടച്ചോനെ പെടിയുള്ള പെണ്ണ. ആ ആബിദത്തായ മകള് ബഹുമാനപ്പെട്ട ഒരു അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ബാപ്പ പോയിക്കോട്ടെ. അവൾ ഉമ്മയോട് പറഞ്ഞു, ബാക്കിയുള്ള ആങ്ങളമാരോട് പറഞ്ഞു, കുട്ടികളോടൊക്കെ പറഞ്ഞത്, ദഅൂഹു, ബാപ്പ പോയിക്കോട്ടെ, യദ്ഹബു, ബാപ്പ പോട്ടെ. ഫലൈസ ബിറാസികിൻ ഇല്ലല്ലാഹ്, ഭക്ഷണം തരുന്ന ആള് പടച്ചോനാ. ബാപ്പ അതിന്റെ ഒരു കാരണം എന്നല്ലേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഭക്ഷണം തരും. അത് ബാപ്പ പോയാൽ വേറെ മാർഗത്തിൽ ഉണ്ടായിക്കോളും. നിങ്ങൾ അതിനു വേണ്ടി ബേജാറാവണ്ട. ബാപ്പ നല്ലൊരു കാര്യത്തിന് പോകല്ലേ, അവിടെ പോയി ദ്വാരന്നോട്ടെ. ബാപ്പ നിങ്ങൾ വിട്ടേക്ക്. ദഅൂഹു യദ്ഹബു, ബാപ്പ പോയിക്കോട്ടെ, വിട്ടോളിയാണ്. പെണ്ണ് ഉറച്ചു പറഞ്ഞു അവരോട്, ഫലൈസ ബിറാസികിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്തൊരു റാസിഖ് ഇല്ല. നമ്മൾ ഭക്ഷണം കിട്ടാതെ കുടുങ്ങൂല, പടച്ചോണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ആർക്കൊന്നും മിണ്ടാൻ പറ്റുമല്ലോ. ബാപ്പാനെ വിട്ട് ബാപ്പ പോവും ചെയ്തു. അന്ന് രാത്രി പച്ചവെള്ളം കുടിച്ച് കിടന്നുറങ്ങിണ്ടെന്ന് ഒന്നുമില്ല. നേരം വെളുക്കുമ്പോൾ പട്ടിണി തന്നെയാ. രണ്ടു നേരം വിശന്നാ പിന്നെ മനുഷ്യന്റെ കോലന് മാറുമല്ലോ. അപ്പൊ പിന്നെ പടച്ചോണൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം കിട്ടാതെ അങ്ങനെ കോലം മാറും. കോലം മാറിയപ്പോ ഉമ്മ അടക്കം ബാക്കിയുള്ള ആങ്ങളാരൊക്കെ ഇവിടെ ചീത്ത പറയാൻ തുടങ്ങി. എല്ലാവരും ചീത്ത. ഇയാളെ വിട്ടാലേ വാപ്പാനെ, പടച്ചോൻ ഭക്ഷണം തരുന്നല്ലേ ഈ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മേലെടുക്കിട്ട് കയറാൻ തുടങ്ങി. പെണ്ണാകെ സങ്കടപ്പെട്ടു. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു പടച്ചോട്, അല്ലാഹുമലാ തഖ്സിൽനി ബൈനഹും, പടച്ചവനെ ഇവരെ മുമ്പിലിട്ട് നീ എന്നെ വശലാക്കല്ല തമ്പുരാനെ, എന്നെ നീ മാനം കെടുത്തല്ല റബ്ബേ. ആ പെണ്ണ് പടച്ചവനോട് പറഞ്ഞു, രണ്ട് കൈയും, പടച്ചോൻ എനിക്ക് എന്നെ മാനം കെടുത്തല്ലേ, ഞാനങ്ങനെ പറഞ്ഞു പോയി, നിന്നെ വിചാരിച്ച് പറഞ്ഞതാ, പടച്ചോനെ എന്നെ മാനം കെടുത്തല്ലേ. ആ ആബിദത്തായ പെണ്ണ് പറയാം. ആ പ്രാർത്ഥന നിർവഹിച്ചു.